പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും വേദയും കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പുലർച്ചെയാവുന്ന സമയത്തായിരിക്കട്ടോ അവനൊന്ന് കിടന്നുറങ്ങുന്നത് തന്നെ. വിക്രമിൻ്റെ കാലിന് നന്നായിട്ട് തന്നെ വേദനയുണ്ട് എന്ന കാര്യമെല്ലാം തന്നെ വേദക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന ആ വേദനയൊക്കെ ഒന്ന് മറന്നാലോ എന്ന് കരുതിയിട്ടാണ് അവൾ അത്രയും നേരം വിക്രമിനോട് കൂടെ ഇരുന്ന് സംസാരിച്ചത്. ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് നേരം വിളിക്കാൻ തുടങ്ങിയത് പോലും അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ വേദ തന്നെയാണ് പറഞ്ഞത്, വിക്രം ഇനി പോയി ഉറങ്ങിക്കോളൂ എന്ന് പറയും. അങ്ങനെ വിക്രം കിടന്നുറങ്ങി. നേരം അങ്ങ് വെളുത്തു കഴിഞ്ഞിട്ടും വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു. വെയിൽ വന്നതുപോലും അറിയാതെ വിക്രം അങ്ങനെ ഉറങ്ങിപ്പോയി. പക്ഷേ ആ ഉറക്കത്തിൽ വിക്രം വല്ലാത്തൊരു ദുസ്വപ്നം കാണാണ്. അതുകൊണ്ട് ആകെ ഞെട്ടിത്തെറിച്ചിങ്ങനെ എഴുന്നേൽക്കായിരിക്കും വിക്രം. ശരിക്കും അങ്ങ് തല്ലി പഠിപ്പിക്കുകയാണ് വിക്രം. ആ സമയത്ത് തന്നെ കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിക്രം അത് ശ്രദ്ധിച്ചതേയില്ല. പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റപ്പോൾ ആ ഡ്രിപ്പും സ്റ്റാൻഡും സാധനങ്ങളൊക്കെ അങ്ങ് തട്ടിമറിഞ്ഞ് താഴേക്ക് വീണു. കയ്യിൽ നിന്ന് ഡ്രിപ്പൊക്കെ അങ്ങ് ഊരിപ്പോയിരുന്നു. വിക്രം ആകെപ്പാടെ വെപ്രാളത്തിലായി. ആ ഒച്ച കേട്ടിട്ടാണ് ഇഷിത അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എന്താ എന്താ വിക്രം എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൾ ആ കാഴ്ചയൊക്കെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇഷിത ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ വിക്രം ആകെ ഇങ്ങനെ പേടിച്ച് വേർത്ത് കുളിച്ചു പോയിരുന്നു. അമ്മാതിരി ഒരു സ്വപ്നമായിരിക്കട്ടോ, ഒരു ദുസ്വപ്നമായിരിക്കട്ടോ വിക്രം കണ്ടത്. ഇതേ സമയത്താണ് വേദ ഫോണിൽ വിളിക്കുന്നത്. വിക്രം എഴുന്നേറ്റോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേദ വിളിച്ചത്. നേരം ഒരുപാടായിട്ടും വിക്രം വിളിക്കാത്തത് കൊണ്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട്, വിക്രം എന്തു പറ്റിയെന്ന്. ഏയ് ഒന്നുമില്ല എന്ന് വിക്രം പറഞ്ഞുവെങ്കിലും അവൻ്റെ ശബ്ദത്തിലെ ഇടർച്ച കേട്ടിട്ട് വേദക്ക് മനസ്സിലായി. അല്ല, എന്തു പറ്റി? വിക്രമിൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. അന്നേരം വിക്രം പറയുന്നുണ്ട്, അതെ വേദ, ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്ന് പറയും. എന്ത് സ്വപ്നമോ? എന്ത് സ്വപ്നമെന്ന് ചോദിച്ചപ്പോഴാണ് വിക്രം അത് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഉറക്കത്തിൽ അച്ഛനെ കണ്ടു. ഒരു മൈതാനത്ത് കുറേ ആൾക്കാർ അച്ഛനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ചുറ്റും നിന്നിട്ട് അച്ഛനെ കല്ലെറിയുന്നു. അച്ഛൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞിട്ട്, കൊള്ളാം, ഇതാണോ ഇപ്പോൾ വിക്രം കണ്ട സ്വപ്നം? അച്ഛനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷേ വിക്രത്തിനാകെ പേടിയായിരുന്നു. ആ വാസവൻ എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു വിക്രമിൻ്റെ പേടി. അന്നേരം ഇഷിത അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദേ സ്വപ്നം കണ്ടിട്ട് ഇവൻ ആ ഡ്രിപ്പൊക്കെ വലിച്ചൂരി കുളമാക്കിയിട്ടിരിക്കുകയാണ്. അന്നേരം അത് വേദ കേൾക്കുന്നുണ്ട്. വേദ ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പോൾ സംഭവിച്ചതാണ് എന്ന്. നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് വേദ പറഞ്ഞുവെങ്കിലും വേണ്ട വേദ, നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം അവളെ തടഞ്ഞു. എങ്കിലും വേദ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇഷിത വന്ന് വേദനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. വിക്രം കുറവുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും വിക്രമിന് നന്നായിട്ട് തന്നെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. ചാടി എഴുന്നേറ്റപ്പോൾ ഉണ്ടായ ആ ഒരു ആഘാതവും ആ സ്വപ്നം വിക്രമിന് ഇനിയും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇഷിത പോയി കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കാണ്, അച്ഛനൊന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചു. ആരെങ്കിലും ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. തൽക്കാലം വേദ പറഞ്ഞതുപോലെ തന്നെ ഒളിവിൽ തന്നെ കഴിയാം. സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ എന്ന് വിക്രം ഉറപ്പിക്കാണ്. ഈ സമയം വേദ വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ റെഡിയാവാണ്. അപ്പോഴായിരിക്കട്ടെ പത്മം അങ്ങോട്ടേക്ക് വരുന്നത്. എടി വേദേ, നീ ഇത് എങ്ങോട്ടേക്കാ മോളെ ഇത്ര നേരത്തെ ഇറങ്ങുന്നത്? കോടതിയിലേക്കാണോ എന്ന് പത്മ ചോദിച്ചപ്പോൾ വേദ അതേ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദയുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ശ്രീകാന്ത് ശ്രദ്ധിച്ചു. പക്ഷേ അവൾ എന്തോ ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടായിരുന്നു. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വിക്രമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. അന്നേരം വേദ തിരിച്ചു ചോദിച്ചു, എന്നേക്കാൾ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് ശ്രീയേട്ടനല്ലേ, പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ പത്മം അന്തം വിട്ട് നിൽക്കുകയാണ്. നീ കാപ്പി കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നും പറഞ്ഞു വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആഹാരം പോലും കഴിക്കാതെയാണല്ലോ അവൾ പോയത് എന്നൊക്കെ ചിന്തിച്ച് പത്മം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് വിശപ്പില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് ശ്രീകാന്ത് മറുപടി പറഞ്ഞു. പക്ഷേ പത്മത്തിനറിയാമായിരുന്നു വേദ വിക്രമിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ നല്ല ടെൻഷനിലാണ് എന്ന കാര്യം. ഇത്രയും കാലം അവിടെ ജീവിച്ചതല്ലേ, അതിൻ്റെ വിഷമം ഉണ്ടാവില്ലേ എന്ന് പത്മം ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത്, അവൻ എത്ര വലിയ ക്രൂരനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ വേദയുടെ മനസ്സ് ഇപ്പോഴും ആ മാഷിൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് പത്മം ശങ്കരനാരായണനോട് പറഞ്ഞു. ശങ്കരനാരായണൻ പറഞ്ഞത് വിക്രമിനെ ഒന്ന് പിടികൂടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നാണ്. ഇതേ സമയം മാഷും വിനായകനും വിശ്വനും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറായി. അന്നേരം കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, മാഷേ, നമ്മൾ വക്കീലിനെ ആരെങ്കിലും കൂടെ കൊണ്ടുപോകണോ എന്ന്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചിട്ട് അകത്തിടുമോ എന്നൊക്കെ ചോദിക്കും. എടോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനു പേടിക്കണമെന്ന് മാഷ് പറഞ്ഞുവെങ്കിലും ആ SI സാബുവിനെ കുറിച്ച് ആലോചിക്കാൻ കമലമ്മയ്ക്ക് പേടിയായിരുന്നു. പക്ഷേ മാഷ് അവരെല്ലാവരും സമാധാനിപ്പിച്ചു കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. നന്ദിനി വിനായകനെ വിളിച്ച് പറഞ്ഞു, അവിടെ ചെന്നിട്ട് വല്ലതും കിട്ടാൻ ഏർപ്പാടുണ്ടെങ്കിൽ വിനായകൻ മാറി നിൽക്കണം കേട്ടോ എന്ന് പറയും. താൻ ഒന്നിനും പോകില്ല എന്ന് പറഞ്ഞ വിനായകൻ മാഷിനോടൊപ്പം തന്നെ നടന്നു. ഈ സമയം ശ്രീകാന്ത് ആ SI സാബുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു.
വിക്രത്തിൻ്റെ അച്ഛനെയും ചേട്ടനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്നും അവരോട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് എന്നും സാബു പറഞ്ഞു. അവന്മാരെ നല്ല പോലെ തന്നെ കൈകാര്യം ചെയ്തോ. വിക്രം എവിടെയുണ്ടെന്ന് അവർക്കറിയാമായിരിക്കുമെന്ന് ശ്രീകാന്ത് തറപ്പിച്ചും പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് സാബു SI ഉറപ്പ് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാഷും വിഷുവിനും വിനായകനൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. SI അവരെ അകത്തേക്ക് വിളിപ്പിച്ചു. വിക്രം ഇപ്പോൾ എവിടെയുണ്ട് എന്ന് സാബു ചോദിച്ചപ്പോൾ ഞങ്ങൾക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയാണ് സുധാകരൻ മാഷ്. ദേ വെറുതെ പച്ചക്കള്ളം പറയണ്ട, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് സാബു ആക്രോശിച്ചു. വിശ്വം അത് എതിർത്തപ്പോൾ സാബു അവൻ്റെ കോളറിനങ്ങ് കുത്തിപ്പിടിച്ചു. സാറേ, വിശ്വേട്ടൻ പറയുന്നത് സത്യമാണ് എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ എങ്കിൽ നീയാണോ അവനെ ഒളിപ്പിച്ചത് എന്ന് ചോദിച്ചു സാബു അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ വിക്രമിനെ കുറിച്ച് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാബു 3 പേരെയും തല്ലിച്ചതക്കാൻ തുടങ്ങി. മാഷിൻ്റെ കോളറിനൊക്കെ പിടിച്ച് ഇടിച്ചു. അതിനിടയിൽ തന്നെ കയറി വന്ന വിശ്വത്തിനെയും വിനായകനെയും ക്രൂരമായി തന്നെ തല്ലി. വിശ്വം വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ ശബ്ദം പുറത്തു വരരുത് എന്ന് പറഞ്ഞ സാബു SI അവരെ വീണ്ടും തല്ലിച്ചതച്ചു. 3 പേർക്കും നല്ലതുപോലെ തന്നെ അടികിട്ടി. വിക്രത്തോടുള്ള ദേഷ്യം മൊത്തം ആ പാവങ്ങളുടെ മേത്ത് അയാൾ അങ്ങ് തീർത്തു കൊടുത്തു. ഒടുവിൽ അവരെ വിട്ടയച്ചപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ 3 പേരും. ഇത്രയും കിട്ടിയിട്ടും ഇനിയും അവനെ കിട്ടിയില്ലെങ്കിൽ ഇതിലും വലുത് ഇനി വരുമെന്ന് സാബു SI അവരോട് പറഞ്ഞു. അങ്ങനെ ആകെ തളർന്നുകൊണ്ടായിരിക്കട്ടോ അവർ 3 പേരും വീട്ടിലേക്ക് കയറി വരുന്നത്. കമലമ്മക്ക് അത് കണ്ട് ആകെ ഞെട്ടിപ്പോയി. എന്താ മാഷേ എന്ന് ചോദിച്ചുവെങ്കിലും ഒന്നുമില്ല എന്ന് മാഷ് പറഞ്ഞു. ശ്രീജയും നന്ദിനിയും അവരുടെ പരുക്കുകൾ കണ്ടുകൊണ്ട് തന്നെ ആകെ പേടിച്ചു പോയി. വിനായകൻ്റെയും വിശ്വത്തിൻ്റെയും മുഖത്തുമൊക്കെ തല്ലിച്ചതച്ച പാടുകളെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കമലമ്മ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. വേദയോ വിക്രമോ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദ വിക്രമിനെ കാണാൻ ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിക്രം ഇന്നത്തെ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മതി, രാത്രി ഇഷിത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയും. വിക്രമിനെന്തോ ഒരു ഭയം തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ വിക്രമിൻ്റെ മനസ്സിലെ ഭയമൊന്നും വെറുതെ ആയിരുന്നില്ല. വിധി മറ്റൊരു വശത്ത് വലിയൊരു കെണിയൊരുക്കുന്നുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഇഷിതയുടെ കാറിൽ വിക്രം തൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് മാഷും വിശ്വനും വിനായകനൊക്കെ തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിലെ മുറിവിനേക്കാൾ അവരെ വേദനിപ്പിച്ചത് അഭിമാനത്തിലേറ്റ മുറിവായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വാസവൻ്റെ ഗുണ്ടകൾ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കിട്ടിയ തല്ലിൻ്റെ ബാക്കിയെന്നോണം അവർ ആ വീടിന് ചുറ്റും ആയുധങ്ങളുമായി നിലയുറപ്പിച്ചു. വിക്രം വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് തകർന്നടിഞ്ഞ ഉമ്മറത്ത് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന തൻ്റെ ജ്യേഷ്ഠനുജന്മാരെയാണ്. ആ കാഴ്ച വിക്രമിൻ്റെ ഉള്ളിലെ നിയന്ത്രണം തെറ്റിച്ചു. ഒരു ഒളിച്ചോട്ടം കൊണ്ട് ഒന്നും അവസാനിക്കില്ല എന്നും തൻ്റെ കുടുംബത്തെ തകർക്കാൻ നിൽക്കുന്നവർക്ക് മുന്നിൽ നേരിട്ട് ഇറങ്ങണമെന്നും അവൻ ഉറപ്പിച്ചു. എന്നാൽ വേദ ഇതിനേക്ക് ശക്തമായി തന്നെ എതിർത്തു. നിയമത്തിൻ്റെ വഴിയിലൂടെ സത്യം തെളിയിക്കാമെന്ന് അവൾ വിക്രമിനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ വിക്രം അപ്പോഴേക്കും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. താൻ കാരണം കഷ്ടപ്പെടുന്ന തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും കണ്ണുനീര് അതിന് മറുപടി പറയാൻ അവൻ ഇരുട്ടിൻ്റെ മറവിൽ വാസവനെ തേടിയിറങ്ങി. ഇതേസമയം ശ്രീകാന്ത് തൻ്റെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വിക്രമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പുതിയൊരു സാക്ഷിയെ രംഗത്തിറക്കി. വരുൺ മരിച്ച ദിവസം വിക്രം അവിടെ ഉണ്ടായിരുന്നുവെന്ന് കള്ളം പറയാൻ വേണ്ടിയിട്ട് അവൻ പണം കൊടുത്ത് ഒരാളെ വശത്താക്കി വെച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വേദ ശ്രീകാന്തിൻ്റെ യഥാർത്ഥ മുഖം പത്മത്തിനും ശങ്കരനാരായണനും മുന്നിൽ തുറന്നു കാട്ടാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിലെ ഒരു രഹസ്യ അറയിൽ വെച്ച് ശ്രീകാന്ത് നടത്തുന്ന ഗൂഢാലോചനകൾ വേദ തൻ്റെ ഫോണിലേക്ക് പകർത്തി റെക്കോർഡ് ചെയ്തു. കഥയിലെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വിക്രം വാസവൻ്റെ താവളത്തിലെത്തുന്നു. അവിടെ വെച്ച് നടക്കുന്ന ഒരു വലിയ സംഘടനയൊടുവിൽ വരുൺ മരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ പുളിക്കനാണ് എന്നും അത് ശ്രീകാന്ത് തന്നെ ഏർപ്പാടാക്കിയതായിരുന്നുവെന്നും അത് ശ്രീകാന്തിൻ്റെ മറ്റൊരു ബിസിനസ് തന്ത്രമായിരുന്നുവെന്നും വിക്രം തിരിച്ചറിഞ്ഞു. വിക്രം അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ വേദ പോലീസുമായി അങ്ങോട്ടേക്ക് കുതിച്ചു. ആ രാത്രി മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെ സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. തൻ്റെ അച്ഛനെ കെട്ടിയിട്ട് കല്ലെറിയുന്നതായിട്ട് വിക്രം കണ്ട ആ ഒരു സ്വപ്നം ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിന് നേരെ വരാനിരുന്ന വലിയൊരു വിപത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നുവെന്ന് വിക്രം തിരിച്ചറിഞ്ഞു. വേദ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശ്രീകാന്തിനെ വളഞ്ഞു. ഒടുവിൽ സത്യം ജയിക്കുന്നതും വിക്രം നിരപരാധിയാണെന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തു. എങ്കിലും ആ ഒരു പോരാട്ടത്തിന് വിക്രത്തിന് വലിയ വില നൽകേണ്ടി വന്നു. തകർന്ന മനസ്സുമായി നിൽക്കുന്ന വിക്രമിന് താങ്ങായി വേദ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരു പുതിയ പ്രഭാതം ആ കുടുംബത്തിൽ ഉദിക്കുകയാണ്. അങ്ങനെ വിക്രമിൻ്റെയും വേദയുടെയും പോരാട്ടമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.